എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതി വിഭവ പരിപാലനം, ദുരന്ത പ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങൾ, ആസൂത്രണം, ഗ്രാമവികസനം, അധികാര വികേന്ദ്രീകരണം, സംസ്കാരം, ചരിത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി മാനവരെ സംരക്ഷിക്കുന്ന, മാനവരെ സൂചിപ്പിക്കുന്ന വിവിധ വിഷയങ്ങളിൽ സർഗാത്മകമായ സംവാദം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. വളരെ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ചാനലിൽ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ആ പ്രതികരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കട്ടെ. 2000 കാലഘട്ടം. കേരളത്തിൽ അതിരൂക്ഷമായ വരൾച്ച വരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു. ആ കാലഘട്ടത്തിലാണ് പശ്ചിമഘട്ട വികസന പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ, പ്ലാനിംഗ് കമ്മീഷൻ്റെ ഭാഗമായുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ട വികസന സെല്ലിൽ സാങ്കേതിക വിദഗ്ധനായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ പശ്ചിമഘട്ട സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്ന എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന, ഇപ്പോൾ വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്ന ശ്രീ PC ജയൻ അവർകളായിരുന്നു പശ്ചിമഘട്ട വികസന സെല്ലിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. ഇന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS അവർകൾ നിർത്തലാധിഷ്ഠിത വികസന രംഗത്തും പരിസ്ഥിതി രംഗത്തും സംസ്ഥാന ആസൂത്രണ ബോർഡ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കര, കില, IMG തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടുമൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ PC ജയൻ അവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പശ്ചിമഘട്ട വികസന സെല്ലിൻ്റെ 2 പ്രവർത്തനങ്ങൾ. ഒന്ന്, സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ആമച്ചൽ നീർത്തടത്തിൽ എടുത്തിട്ടുള്ള സംസ്ഥാന നീർത്തടാധിഷ്ഠിത വികസന പരിപാലന മാതൃക പ്രോജക്റ്റ്, അതിൻ്റെ സാങ്കേതിക സഹായം നൽകുക. 2, പശ്ചിമഘട്ട വികസന പരിപാടികളിൽ പൊതുവായി സാങ്കേതികമായി സഹായിക്കുക. അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി പശ്ചിമഘട്ട വികസന ഒരു ആമുഖം എന്ന പുസ്തകം തയ്യാറാക്കുവാൻ അവസരമുണ്ടായി. ശ്രീ PC ജയൻ അവരുടെ മാർഗനിർദ്ദേശത്തോടും സഹായത്തോടും അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങിലുമൊക്കെയാണ് ആ പുസ്തകം പുറത്തിറങ്ങിയത്. അതിൻ്റെ രചന നിർവഹിച്ചത് ഞാനാണ്. എങ്കിലും അത് എല്ലാ ഘട്ടങ്ങളിലും ശ്രീ PC ജയൻ അവരോട് കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പശ്ചിമഘട്ട സെല്ലിൽ അന്നുണ്ടായിരുന്ന ജോയിൻറ്റ് ഡയറക്ടറുടെയും ഡെപ്യൂട്ടി ഡയറക്ടറുടെയും റിസർച്ച് ഓഫീസറുടെയും എൻ്റെയും കൂടി പേരിലാണ് പുസ്തകം ഇറങ്ങിയത്. ശ്രീ AK ആൻ്റണിയാണ് അത് മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി. അത് വലിയൊരു ഫംഗ്ഷനിൽ വെച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് മറ്റൊരു വിഷയം, അവിടെ നിൽക്കട്ടെ. ആമച്ചൽ നീർത്തട പരിപാടി എന്ന് പറയുന്നത്, ഞാൻ സെല്ലിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് ആമച്ചൽ നീർത്തടം തിരഞ്ഞെടുത്തത്. സോയിൽ സർവേയിലെ ഏറ്റവും സമർത്ഥനും സത്യസന്ധനുമായ ഉദ്യോഗസ്ഥൻ ശ്രീ ജയപ്രകാശ് ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്തു. അദ്ദേഹമാണത് അവിടുത്തെ ആ സ്ഥലം കണ്ടുപിടിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏകദേശം 105 ഹെക്ടർ സ്ഥലം വരുന്ന ഒരു ഭൂപ്രദേശം, പ്ലാവിള, ആമച്ചൽ വാർഡുകളെല്ലാം ചേരുന്ന ഭൂപ്രദേശമാണ് തിരഞ്ഞെടുത്തിരുന്നത്. കുറച്ച് കുന്നൻ പ്രദേശമുണ്ട്, ചെരുവ് പ്രദേശമുണ്ട്, പായ്ത്തല കുളം, ആമച്ചൽ കുളം, അങ്ങനെ കുറച്ച് കുളങ്ങളും അതിൻ്റെ ചെരുവ് പ്രദേശമുള്ള ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശം. നെയ്യാർ നദിയുടെ നീർത്തടമാണ്, ചെറുനീർത്തടമാണ്. അവിടെ നിരവധി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃക എന്നുള്ള നിലയിൽ ഏറ്റവും മാതൃകപരമായിട്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ആമച്ചൽ പ്ലാവൂർ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയിൽ ശ്രീ K അനിൽകുമാർ, ഇന്ന് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ കൺവീനർ. ഇന്നത്തെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ലാസർ ജോസഫ് ആയിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്.
അദ്ദേഹത്തിൻ്റെയും ശ്രീ അനിൽകുമാറിൻ്റെയും ഒക്കെ ശക്തമായ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആരംഭിച്ച പ്രവർത്തനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യുവാൻ ശ്രമിച്ചു. ആമച്ചൽ പ്രദേശത്ത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പരിപാടി നടത്തുന്നത്. അതിനൊരു സംസ്ഥാനതല സമിതി ഉണ്ടായിരുന്നു, ഒരു ജില്ലാതല സമിതി ഉണ്ടായിരുന്നു, പ്രാദേശിക സമിതികളുണ്ട്. പിന്നെ ജനങ്ങളുടെ 50 വീടുകൾക്ക് 25 വീടുകൾക്കുമൊക്കെ അടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരുന്നു. ഏകദേശം ഒരു 8-9 മാസക്കാലം അവിടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വിളിക്കുക, പഠന പര്യടനം നടത്തുക, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് അവിടെ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. അവിടെ ഒരു വലിയ ഗ്രാമസഭ ചേർന്നിരുന്നു. ആ ഗ്രാമസഭയിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ എ.കെ. ആന്റണി, അന്നത്തെ അവിടുത്തെ എം.എൽ.എയും അന്തരിച്ചു പോയ സാംസ്കാരിക വകുപ്പ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കാർത്തികേയൻ സാർ, അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയാതെ മുമ്പോട്ട് പോകാനാവില്ല. കാരണം സംസ്ഥാനം ഭരിക്കുന്നത് UDF ഗവൺമെൻറ്റാണ്, പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ഗവൺമെൻറ്റും പ്രത്യേകിച്ച് CPM-ഉമാണ്. എന്നിട്ടും ആ പദ്ധതി ഭംഗിയായി നടക്കുവാൻ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു ഇടപെടൽ നടത്താതെ തന്നെ എല്ലാ സ്വാതന്ത്ര്യവും നിർത്തറ കമ്മിറ്റിക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ CPM-ൻ്റെയും CPI-യുടെയും എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ രാഷ്ട്രീയതീതമായി വലിയ സപ്പോർട്ടാണ് ആ പദ്ധതിക്ക് കൊടുത്തിരുന്നത്. ആ പദ്ധതി നിരവധി മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന്, സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ കൊണ്ടുവരികയും അതിശക്തമായ എതിർപ്പുണ്ടായി പ്രാദേശികമായിട്ടൊക്കെ. പക്ഷേ എങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കുവാൻ അതിൻ്റെ കൺവീനർക്കും ആളുകൾക്കുമൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഏത് പ്രവർത്തനം നടക്കുമ്പോഴും, നിർമ്മാണ പ്രവർത്തികൾ റോഡായാലും അല്ലെങ്കിൽ കുളങ്ങളുടെ സംരക്ഷണമായാലും ഏത് പ്രവർത്തനം നടക്കുമ്പോഴും പ്രവൃത്തി ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ബോർഡ് വെച്ചിരുന്നു. ഓരോ ദിവസത്തെയും കൂലിയും തൊഴിലാളികളുടെ എണ്ണവും എല്ലാം ബോർഡ് വെച്ചിരുന്നു. അതും സംസ്ഥാനത്തിന് ഏറ്റവും മാതൃകാപരമായിരുന്നു. 30 ഡിപ്പാർട്ട്മെൻറ്റുകളെ അവിടെ കോർഡിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന, ലോകത്തിൽ അതിനറിയപ്പെടുന്ന നൃത്തരാഷ്ട്ര വികസന ഗ്രാമവികസന വിദഗ്ധൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്പോസ്റ്റലനായിട്ടുള്ള ആചാര്യനായിട്ടുള്ള ശ്രീ അണ്ണാ ഹസാരെ അവിടെ കൊണ്ടുവന്നിരുന്നു. മാക്സാസെ അവാർഡ് വിന്നർ ഡോക്ടർ രാജേന്ദ്ര സിംഗിനെ അവിടെ കാട്ടാക്കടയിൽ വന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നു ജനങ്ങളുമായി. ഇതിനിടയിൽ തന്നെ ഇത് വളരെ ശക്തമായി നീങ്ങുമ്പോൾ തന്നെ ജനങ്ങളുടെ കമ്മിറ്റിയാണ് എല്ലാം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി വെസ്റ്റേൺ ഘാട്ട് പശ്ചിമോട്ട വികസന പരിപാടിയുടെ തുക സാമ്പത്തികം നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് മാറി കോപ്പറേറ്റീവ് ബാങ്കിൽ ഇടുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആമച്ചൽ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് പണം കൊടുത്തു. അത് വലിയ എതിർപ്പ് ബാങ്കേഴ്സ് ഫോറത്തിൽ നിന്നുണ്ടായി. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കിടക്കുന്ന പണമായിരുന്നു ആമച്ചലിൽ ബാങ്കിൽ ഇങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കൊടുത്തത്. ജനകീയ കമ്മിറ്റികളായിരുന്നു, സ്ത്രീകളുടെ കമ്മിറ്റികൾ, പുരുഷന്മാരുടെ കമ്മിറ്റികൾ, കർഷക കമ്മിറ്റികൾ. അതുപോലെ തന്നെ ഒരു വിത്തോ വളമോ എന്ത് വാങ്ങണമെങ്കിലും അതിൻ്റെ ടെൻഡർ ഉൾപ്പെടെ വാങ്ങുന്ന സ്ഥലം, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, എണ്ണം എല്ലാം തീരുമാനിച്ചിരുന്ന കമ്മിറ്റിയായിരുന്നു. അങ്ങനെ ജനകീയ കമ്മിറ്റിയുടെ ഒരുപാട് മാതൃക അവിടെ കൊണ്ടുവന്നു. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു കാര്യങ്ങൾ. 30 ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനകത്ത് പങ്കെടുത്തു. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ഈ പദ്ധതി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അതിശക്തമായ എതിർപ്പുകൾ കൂടെ ഉണ്ടായി വന്നു. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന മാതൃക സംസ്ഥാനത്തിന് മാതൃകയാകുമോ എന്നുള്ള ഒരു ഉത്തമ ബോധ്യവും സംശയവും പലർക്കും ഉണ്ടായിരുന്നു. അത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കരാറുകാർക്കുമൊക്കെ വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ഇതിനെല്ലാവിധ സപ്പോർട്ടും ചെയ്തിരുന്നത് അന്നത്തെ പ്ലാനിംഗ് സെക്രട്ടറി ആയിരുന്ന, പിന്നെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശ്രീ SM വിജയാനന്ദ് അവർകളാണ്, IAS അവർകളാണ്. അദ്ദേഹം ഈ മേഖലയിൽ നൃത്തരാഷ്ട്ര വികസനവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായി ഒരു പ്രകൃതി വിഭവ സംരക്ഷണത്തിനൊക്കെ താല്പര്യം കാണിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം കളക്ടറായിരുന്നപ്പോഴും BDO ആയിരുന്നപ്പോഴും പിന്നെ IAS എഴുതിയെടുത്ത ആ സർവീസിൽ വന്നപ്പോഴും എല്ലാം അദ്ദേഹം ഇതിനു വേണ്ടി ധാരാളം സമയവും അധ്വാനവും ബുദ്ധിയുമൊക്കെ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും പല പരാതികളും ശ്രീ A.K. ആന്റണിക്ക് ചെന്നെങ്കിലും അദ്ദേഹവും ഒരു പരാതിയും ഉൾക്കൊള്ളാതെ അദ്ദേഹവും എല്ലാ സപ്പോർട്ടും ചെയ്തു. അതുപോലെ ഞാൻ ശ്രീ കാർത്തികേയൻ സാറിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിന് സപ്പോർട്ടുണ്ടായിരുന്നു. CPM ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് ഒരുപാട് നീങ്ങി. ധാരാളം മാതൃകകൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് ശ്രീ ജെയിൻ സാർ അവർ റിട്ടയർ ആവുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ചലനാത്മകമായ നേതൃത്വം ഇല്ലാതെ വരുന്നു. ഞാൻ പശ്ചിമോട്ട സെല്ലിൽ നിന്ന് മാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നു, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പലരും സ്ഥലം മാറിപ്പോകുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ
അതിൻ്റെ രണ്ടാം ഘട്ടം വേണ്ടത്ര മുന്നോട്ട് പോയില്ല. എങ്കിലും കുളങ്ങൾ നവീകരിച്ചു, ധാരാളം മഴക്കുഴികൾ എടുത്തു, കല്ലുകയാലകൾ വെച്ചു, ധാരാളം ആളുകൾക്ക് ധനസഹായം നൽകി, ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. അങ്ങനെ ഒരു നിർത്തലാശ്രിത വികസനത്തിൻ്റെ മാതൃകകൾ ഉഴുതുമറച്ച ഒരു മണ്ണാണ് ആമച്ചൽ അല്ലെങ്കിൽ കാട്ടാക്കട. അത് ആമച്ചലിലും കാട്ടാക്കടയിലും മാത്രമല്ല അതിൻ്റെ വാർത്തകളും വിശേഷങ്ങളും വന്നിരുന്നത് സംസ്ഥാനത്താകെയാണ്, രാജ്യത്താകെ അത് വന്നിരുന്നു. കാരണം അത് പ്ലാനിംഗ് കമ്മീഷൻ്റെ പരിപാടിയായതുകൊണ്ട് പല വാർത്തകളും ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രവർത്തനം അവിടെ നടന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രീ അനിൽകുമാറിൻ്റെയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലാസർ ജോസഫിൻ്റെയും പ്രാദേശിക പഞ്ചായത്ത് സമിതിയുടെയൊക്കെ ശക്തമായ നേതൃത്വം, ശ്രീ ജെയിൻ സാറിനെ പോലെയുള്ളവരുടെ സ്റ്റേറ്റ് തല നേതൃത്വം, ശ്രീ വിജയൻ സാറിൻ്റെ പിന്തുണ, മറ്റ് എല്ലാം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ വളരെ ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ മുന്നോട്ട് പോയി. അതാണ് കാട്ടാക്കടയുടെ ഒരു ചരിത്രം. രണ്ടാം ഭാഗം വളരെ യാദൃശ്യമായി ഒരു ദിവസം ഞാൻ ജലവകുപ്പ് ഡയറക്ടറായിരിക്കുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ സന്തോഷ് ഏറത്ത് എന്നെ വിളിക്കുകയും കാട്ടാക്കട MLA ശ്രീ IB സതീഷിന് അവർക്ക് എന്നെ കാണണമെന്ന് പറയുകയും അങ്ങനെ 4-5 പേർ എന്നെ കാണാൻ വരികയും ചെയ്തു. 2 മണിക്കൂർ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു, ചായ കുടിച്ചു. ഞാൻ എഴുതിയ DC ബുക്സ് പബ്ലിഷ് ചെയ്ത മഴക്കൊയ്ത്തും ജലസുരക്ഷയും, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത ജലപാഠം, ഹരിത സാഹോദര്യം, പിന്നെ ജലനിധിയിൽ നിന്നും മഴ കേന്ദ്രത്തിൽ നിന്നും CCDO നിന്നും അതങ്ങനെ ജലവകുപ്പിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. ജലസമൃദ്ധി എന്നുള്ള പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. തുടർന്ന് 6-7 മാസക്കാലം കാട്ടാക്കടയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു, സെമിനാറുകൾ നടന്നു, ചർച്ചകൾ നടന്നു, യോഗങ്ങൾ നടന്നു. അതിലെല്ലാം ഞാൻ സജീവമായി സാങ്കേതിക വൈദഗ്ധ്യം ഉപദേശവും നൽകുന്ന ആളെന്നുള്ളതിൽ പങ്കെടുത്തിരുന്നു. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഡയറക്ടർ പീരീഡ് കഴിഞ്ഞു, ഞാൻ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ പേരൻ്റ് ഓർഗനൈസേഷനിലേക്ക് വന്നു. അപ്പോൾ ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്കുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് സഹായിച്ചതുപോലുള്ളൊരു സഹായം നൽകുവാനുള്ളൊരു സാഹചര്യം എനിക്ക് ഡെപ്യൂട്ടേഷനിൽ തിരിച്ചു വന്ന സ്ഥാപനത്തിൽ ഉണ്ടായില്ല. ഈ സമയത്താണ് വളരെ പെട്ടെന്ന് ഇന്നത്തെ തൊഴിലുറപ്പിൻ്റെ മിഷൻ ഡയറക്ടർ ശ്രീ നിസാമുദ്ദീൻ IAS അവർ, അന്ന് ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണറാണ്, അദ്ദേഹത്തിന് അന്ന് IAS കിട്ടിയിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടന്ന ഒരു ഇതിൻ്റെ കാട്ടാക്കടയുടെ തന്നെ ഒരു ജില്ലാതല യോഗത്തിൽ വരികയും കാട്ടാക്കടയുടെ ഭൂപടവും മറ്റു കാര്യങ്ങളൊക്കെ MLA കാണിക്കുകയും MLAക്ക് അതിലൊരു ഇംപ്രഷൻ ഉണ്ടാവുകയും അങ്ങനെ ശ്രീ നിസാമുദ്ദീൻ അവർ അതിൻ്റെ ഒരു കൺസൾട്ടൻസി ഏറ്റെടുക്കുകയും ലാൻഡ് യൂസ് ബോർഡ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും IEC പ്രവർത്തനങ്ങളും PR വർക്കും എല്ലാം ഏറ്റ് അദ്ദേഹത്തിൻ്റെ ശ്രീ നിസാമുദ്ദീൻ്റെ നിരന്തരമായ ഇടപെടലുകൾ കാട്ടാക്കടയിലുണ്ടായി. ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. കുറേ മഴക്കുഴികൾ എടുത്തു, കല്ലുകയ്യാലകൾ ഉണ്ടാക്കി, കിണറുകൾ റീചാർജ് ചെയ്തു. അപ്പോൾ കിണറുകൾ റീചാർജ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ വളരെ മുമ്പേ തന്നെ കേരളത്തിൽ വളരെ പ്രചാരം നേടിയിരുന്നു. ശ്രീ നിസാമുദ്ദീൻ അവർക്ക് തന്നെ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ അതിനു മുമ്പേ കുറച്ച് മുമ്പ് IWMBയുടെ ഭാഗമായി കിണർ റീചാർജ് ചെയ്യാനുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വാട്ടർ റിസോഴ്സ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാനാണത് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരുപാട് ഇത് ചെയ്യുന്ന NGOസിനെയും കരാറുകാരെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ കിണർ റീചാർജൊക്കെ ചെയ്തിരുന്നു, മഴക്കുഴികൾ എടുത്തിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ എല്ലായിടത്തും വന്നിരുന്നു. 2002 ആമച്ചൽ ഈ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് തന്നെ 2000 കേരളത്തിൽ രൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കില കേന്ദ്രീകരിച്ചുകൊണ്ട്, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കില കേന്ദ്രീകരിച്ചുകൊണ്ട് 1 കോടി മഴക്കുഴികൾ എടുക്കുന്ന ക്യാമ്പയിൻ നടന്നു. ശ്രീ ചേർക്കള അബ്ദുള്ളയായിരുന്നു അദ്ദേഹം അന്നത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി. അന്ന് കിലയിൽ മണ്ണ് ജല ജൈവസമ്പത്ത് എന്നൊരു പുസ്തകം ഞാൻ എഴുതിയത് കില പ്രസിദ്ധീകരിച്ചു. 10,000 കോപ്പി എല്ലാ പ്രസിഡന്റുമാർക്ക്, കൃഷി ഓഫീസർമാർക്ക്, സെക്രട്ടറിമാർക്കെല്ലാം നൽകിയിരുന്നു. അതിനെ തുടർന്ന് കിലയിൽ ആയിരക്കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ചു. കൃഷി ഓഫീസർമാർ, സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്തിലെ ആളുകൾ എല്ലാവരെയും പരിശീലിപ്പിച്ചു. ഞാനായിരുന്നു പ്രധാനമായി അതിനകത്ത് വിഷയം അവതരിപ്പിച്ചിരുന്നത്. അന്ന് PP ബാലൻ സാറായിരുന്നു പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെയൊക്കെ
മേഖലയിൽ ധാരാളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ചപ്പാരപ്പടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ PP ബാലൻ അവർകളായിരുന്നു കിലയുടെ ഡയറക്ടർ. അന്ന് ഉണ്ടായിരുന്ന ശ്രീ രാജശേഖരൻ ലൈബ്രറിയൻ, അദ്ദേഹം ഇപ്പോൾ VRS എടുത്ത് പോയി, അദ്ദേഹമാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നതിലൊക്കെ നന്നായി സഹായിച്ചത്. പിന്നെ കിലയുടെ ഫാക്കൽറ്റിയും അന്ന് നന്നായി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ക്യാമ്പയിനാണ് അന്ന് നടന്നത്. 2 കോടി 1 കോടി മഴക്കുഴി എടുക്കുന്ന ക്യാമ്പയിൻ നടന്നു. അപ്പോൾ മഴക്കുഴിയും കിണർ റീചാർജും അതുപോലുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വ്യാപകമായി ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജലനിധിയുടെ ഭാഗമായിട്ടുള്ള മഴ കേന്ദ്രം, ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് മാനേജറായിരുന്നു. അവിടെ നിന്ന് നിരവധി പരസ്യങ്ങൾ, ലഘുലേഖകൾ, പുസ്തകങ്ങൾ, വീഡിയോകൾ, ക്യാമ്പുകൾ, ധാരാളം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. പിന്നെ ലാൻഡ് യൂസ് ബോർഡിൽ നിന്ന് ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹം അന്ന് കമ്മീഷണറായിരുന്നു. സാറിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജലപരിസ്ഥിതി സ്വദേശി സന്ദേശയാത്ര നടത്തി. അതിൽ മുഖ്യ വിഷയങ്ങൾ ഇതായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ് കൺവീനർ ഞാനായിരുന്നു. ശ്രീ നിസാമുദ്ദീൻ അവർകൾ ഉൾപ്പെടെയുള്ള ലാൻഡ് യൂസ് ബോർഡിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരെല്ലാം അന്ന് സജീവമായി അത് കോർഡിനേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പലതുള്ളി, മലയാള മനോരമയുടെ പലതുള്ളി പരിപാടി ഉണ്ടായിരുന്നു. കേരളത്തിലാകെ നിരവധി റോഡ് ഷോയും ഒരുപാട് പരിപാടികൾ അവർ സംഘടിപ്പിച്ചിരുന്നു. അതിലെല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് പങ്കെടുത്തിരുന്നു. മാതൃഭൂമിയുടെ മഴവെള്ളം കുടിവെള്ളം പദ്ധതി ഉണ്ടായിരുന്നു. ഇത്രയും പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ 2000 മുതൽ കേരളത്തിൽ നടന്ന ഇത്രയും പദ്ധതികളുടെയും സാങ്കേതികമായി നാട്ടിൽ നടന്ന ഒരുപാട് പരിപാടികളുടെയും പശ്ചാത്തലത്തിലാണ് കാട്ടാക്കട ജലസമൃദ്ധി പദ്ധതി വരുന്നത്. അതുപോലെ തന്നെ ആമച്ചലിൽ നടന്നിട്ടുള്ള നീർത്തടാധിഷ്ഠിത വികസന പ്രവർത്തനങ്ങളുടെ വലിയ അനുഭവങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിലാണ് കാട്ടാക്കടയിൽ ജലസമൃദ്ധി പ്രവൃത്തി വരുന്നത്. തുടക്ക സമയത്ത് ഞാനായിരുന്നു അതിൻ്റെ സാങ്കേതികമായി സഹായിച്ചിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള സാഹചര്യങ്ങളും ശ്രീ നിസാമുദ്ദീൻ അവരുടെ പ്രവേശനവും അദ്ദേഹത്തിനൊരു സംവിധാനം മുഴുവൻ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും പിന്നെ മറ്റ് ചില കാര്യങ്ങളുണ്ട്, ഞാനിവിടെ അത് സൂചിപ്പിക്കുന്നില്ല. അതൊരു വീഡിയോയിൽ സൂചിപ്പിക്കേണ്ട കാര്യങ്ങളല്ല, അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. മറ്റു ചില കാരണങ്ങളും കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം അതിൽ സജീവമായി നിൽക്കുകയും ചെയ്തു. ശ്രീ നിസാമുദ്ദീൻ അവർകൾ വളരെ സജീവമായി അതിനകത്ത് നിൽക്കുകയും ചെയ്തു. അത് മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൂടി ഉണ്ട്, അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്, ഞാൻ സൂചിപ്പിക്കുന്നില്ല ഒരു വീഡിയോയിൽ. എന്തായാലും അദ്ദേഹം വളരെ സജീവമായി നിന്നു, വിഷയത്തോടുള്ള ഒരു താല്പര്യവും പിന്നെ അദ്ദേഹത്തിന് ലാൻഡ് യൂസ് ബോർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്തായാലും അദ്ദേഹം വളരെ സജീവമായി അവിടെ ഉണ്ടായിരുന്നു, ധാരാളം കാര്യങ്ങൾ ചെയ്തു. അത് അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ വളർത്തിയെടുക്കുന്നതിൽ അവർക്ക് കഴിഞ്ഞു. കേരളത്തിലാകെ അത് കൊണ്ടുപോകുന്നതിലും ഒക്കെ കഴിഞ്ഞു. പക്ഷേ കുറേ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും ചെയ്തു. എന്നാൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA എല്ലായിടത്തും കൊടുക്കുന്ന അഭിമുഖങ്ങളിലും അദ്ദേഹം മലയാളം വാരികയിൽ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിലുമൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു ചെറിയ തിരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുൻ അനുഭവങ്ങളില്ല, ആമച്ചലിൽ തന്നെ മുൻ അനുഭവമുണ്ട്. അദ്ദേഹം ഇതൊന്നും കേട്ടിട്ടില്ല. രാജസ്ഥാനിലൊക്കെയാണ് ഇതുപോലെ മഴക്കുഴിയും കല്ലുകയാലും മൺകയാലും കിണർ റീചാർജൊക്കെ ഉള്ളത്. കേരളത്തിൽ ഇതില്ല, ആദ്യമായി ഇത് ആമച്ചലിൽ ചെയ്യുന്നു, അല്ല കാട്ടാക്കട മണ്ഡലത്തിൽ ചെയ്യുന്നു. അങ്ങനെയൊന്നുമല്ല, കാട്ടാക്കടയിൽ തന്നെ ധാരാളം മാതൃകകളുണ്ടായി. കേരളത്തിലാകെ ആയിരക്കണക്കിന് മാതൃകകളുണ്ടായി. അതിനുശേഷമാണ് കാട്ടാക്കട ജലസമൃദ്ധി പദ്ധതി വരുന്നത്. ജലശ്രീ ക്ലബ്ബുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജലശ്രീ ക്ലബ്ബുകൾ അതിന് മുന്നേ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി ഉണ്ടാക്കിയിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ നടപ്പിലാക്കിയിരുന്നു. ജലനിധിയുടെ ഭാഗമായി വീണ്ടും അത് സജീവമായി നടപ്പിലാക്കിയിരുന്നു. ജലഗുണനിലവാര പരിശോധന വലിയ പ്രവർത്തനമായിരുന്നു. കേരളത്തിലാകെ ലക്ഷക്കണക്കിന് കിണറുകൾ ജലശുദ്ധി പരിശോധിച്ചിരുന്നു കിറ്റ് ഉപയോഗിച്ച്. അപ്പോൾ അതൊന്നും പുതുമയുള്ള പരിപാടികളല്ല. എന്നാൽ കുറേ പ്രവർത്തനങ്ങൾ നടന്നു അവിടെ. തൊഴിലുറപ്പുകാരുടെയും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെയും മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും ഒക്കെ കുറേ പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷെ എൻ്റെ നിരീക്ഷണം, ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്നതിനോ മോശക്കാരായി കാണുന്നതിനോ അവിടെ നടന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളെ കുറച്ച് കാണുന്നതിനോ ഒന്നുമല്ല. ഈ രംഗത്ത് കഴിഞ്ഞ 10-35 വർഷക്കാലം പ്രവർത്തിക്കുന്ന, പഠനങ്ങൾ നടത്തുന്ന, ധാരാളം മാതൃകകളും മറ്റു കാര്യങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു അക്കാഡമിക്കായിട്ടുള്ള എൻ്റെ ഒബ്സർവേഷൻ, ഒരു 6-7 മാസക്കാലം ഞാൻ എന്താണോ MLAമാരെ നിരന്തരം സംവേദനം ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് ഒരുപാട് ദിശ മാറിയാണ് ആ പ്രോജക്റ്റ് ഓടിയത്. അത് കുഴപ്പമില്ല, ഒരാൾ മാറി മറ്റ് സംവിധാനങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ദിശാമാറ്റമെല്ലാം ഉണ്ടാകും. അവിടെ മാതൃകകൾ ഉണ്ടായി വന്നോ എന്നുള്ളത് ചോദിക്കേണ്ടതാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവരവർ വന്നു, അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടികൾ പരമ്പരാഗത രീതിയിൽ ചെയ്തിട്ട് പോയി. കരാർ കൊടുക്കേണ്ടവർ കരാർ കൊടുത്തു,
NGO ഏൽപ്പിക്കേണ്ടവർ NGO ഏൽപ്പിച്ചു, തൊഴിലുറപ്പുകാർക്കുള്ളത് തൊഴിലുറപ്പുകാർ ചെയ്തു. അവരവരുടെ പങ്ക് നിർവഹിച്ചു പോയി. കലോത്സവത്തിൽ ഓരോ പക്കമേളക്കാരും പാട്ടുകാരും ഗാനമേളക്കാരും ബാലയക്കാരും വന്ന് അവരവരുടെ പരിപാടി അങ്ങ് കൊഴിപ്പിച്ചിട്ട് പോയി എന്നുള്ളതല്ലാതെ എന്ത് ഇൻ്റഗ്രേഷനാണ് അവിടെ നടന്നത്? ഒന്നാമത്തെ ആയി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. രണ്ടാമതായി, ജനകീയ കമ്മിറ്റികൾ എന്താണ് അവിടെ ചെയ്തത്? മൂന്നാമതായി, എന്ത് തരം ജനകീയ സംവിധാനമാണ് അവിടെ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്? നാലാമതായി, നിർത്തലാശ വികസന കാഴ്ചപ്പാടിൽ എന്താണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നത്? അഞ്ചാമതായി, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സുസ്ഥിരത എങ്ങനെയാണ്? ആറാമതായി, ഏതെങ്കിലും സാങ്കേതിക വിദ്യ കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ ജലസമൃദ്ധിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ അതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്, നമുക്ക് തേടേണ്ടതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാതൃകയും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ സാങ്കേതിക വിദ്യകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ, നിലവിലുള്ള സംവിധാനം അനുസരിച്ച് കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്തു. സമ്പൂർണ്ണ ജലസുരക്ഷ നേടിയിട്ടുമില്ല. ഒരു പഞ്ചായത്തിൽ പോലും, ഒരു വാർഡിൽ പോലും, ഏതെങ്കിലും ഒരു വാർഡ് എടുത്താൽ ആ വാർഡിൽ പോലും സമ്പൂർണ്ണമായ ജലസുരക്ഷ നേടിയിട്ടില്ല. എന്നാൽ ഭൂഗർഭ ജല വകുപ്പിൻ്റെ പഠനങ്ങളനുസരിച്ച് നേമം ബ്ലോക്കിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് സാമ്പിൾ സ്റ്റഡിയാണ്. വളരെ കുറച്ച് സാമ്പിളുകൾ എടുത്ത് ചില കിണറുകളൊക്കെ റീചാർജ് ചെയ്തതിലൊക്കെ പഠന വിധേയമാക്കി വളരെ സാമ്പിൾ സ്റ്റഡിയാണ്. അത്രേ ചെയ്യാനും പറ്റുള്ളൂ, അവരുടെ പരിമിതികൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ കാട്ടാക്കട ജലസമൃദ്ധി മാതൃകയല്ല എന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. ആ നടന്ന പ്രവർത്തനങ്ങളെ വ്യവസ്ഥാപിതമാക്കേണ്ടതുണ്ട്. ആ നടന്ന പ്രവർത്തനങ്ങൾ യാതൊരു പുതുമയും ഉള്ളതല്ല, പരമ്പരാഗതമായി നടന്നു വന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷേ അവിടെ ഇൻറ്റൻസീവായി നടന്നു എന്നുള്ളത്, തീവ്രമായി പല കാര്യങ്ങളും നടന്നു എന്നുള്ളത് പ്രധാനവുമാണ്. എന്നാൽ ആ പദ്ധതി, ജലസമൃദ്ധി പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുമ്പ്, അതിനൊരു സുസ്ഥിരത ഉണ്ടാകുന്നതിന് മുമ്പ് കാർബൺ ന്യൂട്രൽ ഹരിത പരിപാടി, പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മറ്റ് പരിപാടികളിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് പോയതായും മനസ്സിലാക്കുന്നു. തീർച്ചയായും അവിടെ ഈ രംഗത്ത് നിൽക്കുന്ന, സാങ്കേതികമായി പഠിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളെന്നുള്ളതിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട MLA യോടും ശ്രീ നിസാമുദ്ദീൻ അവർകളോടും അതുപോലെ അതിൻ്റെ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ വ്യവസ്ഥാപിതമാക്കണം ഈ കാര്യങ്ങളെ. നിങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ അവിടെ പരീക്ഷിക്കണം. ജനകീയ കമ്മിറ്റികളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. ബോർഡ് വെച്ച് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആമച്ചൽ മോഡലിൽ ഉണ്ടായി വന്നതിൻ്റെ അത്രയെങ്കിലും, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി ഉയരത്തിലുള്ള നല്ല മാതൃകകൾ ഉണ്ടാകട്ടെ. അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഉണ്ടാക്കണം, ജനകീയ സമിതികൾ ഉണ്ടാക്കണം. ഇതിപ്പോൾ നിരന്തരം കുറേ മഴക്കുഴികൾ എടുത്തു, കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും മഴക്കുഴികൾ എടുക്കണം. നിങ്ങൾ കിണർ റീചാർജ് ചെയ്ത് കൊടുത്തു, അത് വീണ്ടും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ പരിപാലനവും മറ്റു കാര്യങ്ങളുമുണ്ട്. കുളങ്ങൾ നന്നാക്കുന്നു, പിന്നെ വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും അവിടെ കുളം കെട്ടേണ്ടി വരുന്നു. അത്തരത്തിൽ വരാതെ എങ്ങനെയാണ് ഇതിൻ്റെ സുസ്ഥിരത ഉറപ്പാക്കുക എന്നുള്ളത് കൂടി ചർച്ച ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ജലസമൃദ്ധിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ വിവിധ വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് വയ്ക്കുന്നു എന്നതുകൊണ്ടാണ് ജലസമൃദ്ധി എന്നുള്ള വിഷയം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇത് കുറച്ച് നീണ്ടുപോയത്, ഈ വീഡിയോ തയ്യാറാക്കാൻ നീണ്ടുപോയതിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. എന്തായാലും പദ്ധതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും, അത് കൂടുതൽ വ്യവസ്ഥാപിതമായ നല്ല മാതൃകകൾ സൃഷ്ടിക്കട്ടെ. നിലവിൽ അവിടെ വന്നിട്ട് ആളുകൾക്കൊന്നും അങ്ങനെ പഠിച്ചു പോകാൻ ഇല്ല. പിന്നെ ആളുകൾ വരുന്നവർ ഇതെല്ലാം പുതിയതാണ്, ഇത് പുതുമയുള്ളതാണെന്നൊക്കെ തോന്നി പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊരിടത്തും പ്രകടിപ്പിച്ചും കാണുന്നില്ല. മറ്റൊരു പഞ്ചായത്തോ ഒരു സ്ഥലമോ തൊട്ടടുത്ത പഞ്ചായത്തുകൾ പോലും അത്, അല്ലെങ്കിൽ നിയോജകമണ്ഡലങ്ങൾ പോലും അത് ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിലോ രാജ്യത്തോ ആരും ഇതങ്ങനെ സീരിയസ് ആയി ഉൾക്കൊണ്ട് പോകുന്നുമില്ല. കാരണം അവിടെ നിന്ന് അങ്ങനെ പുതിയ മാതൃകകൾ ഉണ്ടായി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അത്തരം മാതൃകകൾ ഉണ്ടായി വരട്ടെ. അതുകൊണ്ട് ജലസമൃദ്ധിയുടെ 2ാം ഘട്ടം ഗൗരവമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.